ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ലൈം തോട്ട്സ്. നമ്മളിന്ന് അതിരപ്പള്ളിക്ക് പോവാണ്. ഒരുപാട് നാളായിട്ടോ അതിരപ്പള്ളിക്ക് പോയിട്ട്. ഞാൻ ചെറുപ്പത്തിൽ അങ്ങോട്ട് പോയതാണ്, എനിക്ക് ഒട്ടും ഓർമ്മയില്ല. അപ്പോൾ ഞങ്ങളിന്ന് പോകാമെന്ന് വിചാരിച്ചു. 8 മണിയായി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ. ഇപ്പം നമ്മൾ കാടിനുള്ളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറേ ദൂരം വന്നപ്പോൾ പാം ട്രീ പ്ലാന്റേഷൻ കണ്ടു. നിറയെ പാം ട്രീസ് ഉണ്ട് കേട്ടോ. ഏക്കേഴ്സ് കണക്കിനാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ നമ്മൾ അതിരപ്പള്ളിയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്തു, ഫ്രീ പാർക്കിംഗ് ആണ്. അപ്പോൾ ഞങ്ങൾ താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് അവിടുത്തെ ഒരു സ്ട്രീറ്റ്. അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, വീക്ക് ഡേയ്സ് ആണല്ലോ. നിറയെ ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. ലൈൻ ബസ് സർവീസും ഉണ്ട് കേട്ടോ അതിരപ്പള്ളിയിലേക്ക്. അപ്പോൾ ഞങ്ങൾ സിന്നമൺ ഫുഡ് കോർട്ടിൽ കയറിയിട്ട് ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ചായ കുടിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ടിക്കറ്റ്സ് എടുക്കാൻ പോയി. ഇതാണ് കേട്ടോ എൻട്രൻസ്. മൂളൊക്കെ വെച്ചിട്ടാണ് ഈ എൻട്രൻസ് ഉണ്ടാക്കിയിട്ടുള്ളത്. കുറച്ച് തിരക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരാൾക്ക് 50 രൂപയാണ് എൻട്രി ഫീ. അപ്പം ഞങ്ങളതെടുത്തു, ഇതിനകത്തേക്ക് കയറി. ഒരു നീണ്ട ട്രെയിലാണ് കേട്ടോ. ഒത്തിരി ദൂരം നടന്നിട്ട് വേണം നമുക്ക് വാട്ടർഫോൾസ് എത്താനായിട്ട്. ഇതിന് ചുറ്റും ഒരുപാട് മരങ്ങളുണ്ട്. നമ്മൾ ഇതുവരെ കാണാത്ത മരങ്ങളൊക്കെ അവിടെ കണ്ടു. ട്രെയിലിൻ്റെ ഒരു സൈഡിലേക്ക് നല്ല ചെരിവാണ്. അപ്പോൾ അവിടെ മുള വെച്ചിട്ട് ഒരു ഫെൻസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ നിറയെ കുരങ്ങന്മാരുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കരുതെന്ന് അവിടെ ബോർഡ് വെച്ചിരുന്നു. ഒട്ടും വെയിലില്ലാത്തൊരു ദിവസമായിരുന്നു. ഈ കാടിനുള്ളിലൂടെ നടന്നു പോകാൻ നല്ല രസമാണ് കേട്ടോ. നല്ല ചിൽഡായിട്ടുള്ളൊരു വെതറാണ്. കുത്തനെയുള്ള ഒരു ഇറക്കാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അതിൻ്റെ ഇരുവശത്തായിട്ട് ഇരിക്കാനായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് പ്ലാസ്റ്റിക് നിരോധിത മേഖലയാണ്. പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഞങ്ങൾ ഫൈനലി വാട്ടർഫോൾസിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരു ക്യാൻറ്റീനാണ്. ചായ, വട അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവിടെ കിട്ടും. പിന്നെ ഇവിടെ ഒരു ഐസ്ക്രീം പാർലർ ഉണ്ട്. ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് കുറച്ച് ഹട്ടുകളുണ്ട്, ഇരിക്കാനായിട്ടുള്ള ബെഞ്ചസ് ഉണ്ട്. പിന്നെ റൈറ്റ് സൈഡിലുള്ള ഒരു വഴി പോകുന്നത് വാട്ടർഫോൾസിൻ്റെ അടിയിലേക്കുള്ളതാണ്. അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോകാം അല്ലേ. അപ്പോൾ നമുക്ക് മുകളിലുള്ള കാഴ്ചകളൊക്കെ കാണാം. നല്ല രസമാണ് ഇവിടെ നിന്നിട്ട് കാഴ്ചകളൊക്കെ കാണാൻ. ചുറ്റും നിറയെ മലനിരകളാണ്. അതിന് നടുവിലൂടെ ഈ ഒരു നദി ഒഴുകി വരുന്നു. പിന്നെ ഒരു വെള്ളച്ചാട്ടം. അത് താഴേക്ക് ഒഴുകി 2 കൈവഴികളായിട്ട് നമ്മൾ ചാലക്കുടി പുഴയിൽ ചേരുകയാണ് ചെയ്യുക. അപ്പോൾ ഞങ്ങളവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു. നല്ല തണുത്ത കാറ്റും വീശുന്നുണ്ടായിരുന്നു. ഇവിടെ മുളയൊക്കെ വെച്ചിട്ടുണ്ട്. അത് ആളുകളുടെ സേഫ്റ്റിക്ക് വേണ്ടി വെച്ചതാണ്. ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ നദി ഒഴുകി വരുന്ന ദിശയിലേക്ക് നടന്നു. അവിടെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളുണ്ട്. ഒരുപാട് ആളുകൾ ഇറങ്ങിയിട്ട് അതിൽ കുളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ പിന്നെ ഇറങ്ങാനൊന്നും പോയില്ല. ഒന്ന് കൈയും കാലും മുഖമൊക്കെ കഴുകി ഫ്രഷായി. നല്ല തണുപ്പുണ്ടായിരുന്നു വെള്ളത്തിന്. ഒത്തിരി മുന്നോട്ട് പോയില്ല, റെസ്ട്രിക്റ്റഡ് ഏരിയ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ വെള്ളം താഴേക്ക് പതിക്കുന്ന സ്ഥലത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അവിടേക്ക് പോകാനുള്ള വഴിയാണ് കേട്ടോ ഇത്. ഞാൻ പ്രതീക്ഷിച്ചതിന് അപ്പുറം ഒത്തിരി താഴേക്ക് ഇറങ്ങാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നടന്ന് നടന്ന് നമ്മൾ താഴെ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നിട്ടുള്ള വ്യൂ എൻ്റെ പൊന്നു ഒരു രക്ഷയില്ല കേട്ടോ. ഒത്തിരി പടങ്ങളിലുള്ള ലൊക്കേഷൻ, സ്ഥിരം ലൊക്കേഷൻ എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ അതിരപ്പള്ളി വാട്ടർഫോൾസ്. നല്ല രസമാണ് ഇവിടുത്തെ വ്യൂ. ഇവിടെ തൊട്ടടുത്തായിട്ടൊരു പുൽമേട് പോലെ സ്ഥലമുണ്ട്. അവിടെ ഫെൻസ് വെച്ച് അടച്ചിട്ടുണ്ട്. ഇവിടെ നിന്നിട്ട് വെള്ളച്ചാട്ടം കാണുന്ന വ്യൂ ആണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നല്ല അടിപൊളി ഫ്രെയിമാണ് ഇവിടുത്തെ. ചുറ്റും മലകളൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് ഇവിടെ നിന്നുള്ള വ്യൂ.
കുട്ടേട്ടൻ അവിടെ നിന്ന് വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി ആസ്വദിക്കുകയാണ്. അപ്പം ഞങ്ങൾ വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഇത് കാണുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് ബാഹുബലിയാണ്. ഒരുപാട് സിനിമയിൽ ഈ ലൊക്കേഷൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യം നമുക്ക് മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ബാഹുബലിയിലത്തെ ആ ഒരു സോങ്ങാണ്. ഒരുപാട് പാറക്കെട്ടുകൾ താണ്ടിയിട്ട് വേണം കേട്ടോ നമുക്ക് വാട്ടർഫോൾസിനടുത്തെത്താൻ. ഇവിടെ 3 വാട്ടർഫോൾസാണുള്ളത്. വെള്ളം ഇങ്ങനെ നിലത്ത് പതിച്ചിട്ട് അതിൽ നിറയെ വെള്ളത്തുള്ളികൾ ഞങ്ങളുടെ മുഖത്തടിക്കുന്നുണ്ടായിരുന്നു. സത്യത്തിൽ നനഞ്ഞു കുളിച്ചു എന്ന് തന്നെ പറയാം. ഞങ്ങൾ വാട്ടർഫോൾസിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ അത്യാവശ്യം ക്രൗഡഡൊക്കെ ആയിരുന്നു കേട്ടോ താഴെ എത്തിയപ്പോൾ. ഇതാണ് വാട്ടർഫോൾസിൻ്റെ തൊട്ടടുത്ത് നിന്നിട്ടുള്ള വ്യൂ. നല്ല രസമുണ്ടല്ലേ വെള്ളം പതിക്കുന്നത് കാണാൻ. അങ്ങനെ ഞങ്ങൾ വാട്ടർഫോൾസൊക്കെ കണ്ടിറങ്ങി നേരെ പോയത് സിന്നമൺ ഫുഡ് കോർട്ടിലേക്കാണ്. നല്ല വിശപ്പുണ്ടായിരുന്നു. ഈ റെസ്റ്റോറൻറ്റ് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വാട്ടർഫോൾസിൻ്റെ വ്യൂ കണ്ടുകൊണ്ട് നമുക്ക് ഫുഡ് കഴിക്കാം. ബിരിയാണിയും പൊറോട്ടയും ചിക്കൻ കറിയൊക്കെ കഴിച്ചു. പിന്നെ അവിടെ നിന്നിട്ട് ഇറങ്ങി കേട്ടോ. പോകുന്ന വഴിക്ക് അതിരപ്പള്ളി വാട്ടർഫോൾസിൻ്റെ വ്യൂ പോയിൻ്റ് ആണിത്. പുതിയ യാത്രാവിശേഷങ്ങളുമായി നെക്സ്റ്റ് വീഡിയോയിൽ കൂടെ കാണാം. ബൈ നൗ.